ഇങ്ങോട്ട് വന്നേ. എന്താ വേമ്പാ പ്യാരി വേമ്പാ. പത്രതാ എന്ത് പത്ര പിടി. നീ ഇത് എവിടെ നടക്കാണ്? 3-4 ദിവസമല്ല വീട്ടില് പത്രം ഇട്ടിട്ട്. നീ എന്നാ പറയുന്നത്? ഈ ഏരിയ മൊത്തം പട്ടിയാണ്. എടാ പട്ടിയുടെ കടികൊണ്ട് ഞാൻ ആശുപത്രി അഡ്മിറ്റ് ആവണ. പട്ടി ഓടിച്ചിട്ടാലും കടിച്ചാലും പത്രം കൊണ്ടുവന്ന് കണ്ട നിന്റെ ചുമതലയല്ലേ? 3-4 ദിവസം മര്യാദക്ക് ബാത്റൂമിൽ പോയിട്ട് എനിക്ക് പത്രം വായിച്ചില്ല ശരിയാവൂല ഒന്നും. അതെല്ലാം ഇവിടെ കുഴപ്പം. 365 വീടുണ്ട്. ഞാൻ ഏരിയ മൊത്തം പത്രം ഇടുന്ന സ്ഥലാ. ഈ 365 പോണോ അല്ല നിന്റെ 4 ദിവസം പത്രം പോണോ? പറ. പട്ടിയുടെ കാര്യം ശരിയാണ്. എടാ ഞാനിപ്പോ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി അലക്കിയിട്ട തുണി എടുത്തത് ഒരു കണക്കിനാണ് പട്ടിനെ പേടിച്ചിട്ട്. എടാ ഞാനേ പത്രം രാവിലെ 4 മണിക്ക് ഇടുന്ന ഒരാളാ. ഇപ്പൊ ഇതാ കുറച്ച് വൈകിട്ട് മുട്ടം വടി കൊടുത്തിട്ട് നടക്കുന്നത് പത്രം ഇടാൻ വേണ്ടിട്ട്. എന്താ അവസ്ഥയാണിത്? പൊയ്ക്കോ വന്നാ നീ കൊണ്ടാ വടിയല്ലടാ പത്രം. ഈ പട്ടികൾക്കെതിരെയുള്ള പോരാട്ടമാണ് എന്റെ പത്രധർമ്മം. അല്ല കൊടുക്കേ. ശീതളം മാഷ് വരണണ്ടല്ലടാ. പുള്ളി ഇതെവിടെ പോകും? ഷൂ ഒക്കെ ഇട്ട് മോർണിംഗ് വാക്കിനായിരിക്കും 10-10 ഇയാൾക്കിത് പട്ടീനെയും പേടിയില്ലേ? വടിയില്ല ഒന്നുമില്ല കയ്യിൽ. ഗുഡ് മോർണിംഗ് മാഷേ. മോർണിംഗ് മോർണിംഗ്. എന്തേ വൈകിയാ? വൈകിയാന്ന് അല്ല, ഞാൻ ഈ നേരത്താ പോവാറ്. ഈ കാലത്താവുമ്പോഴേ ഒരു 6 മണി സമയം മുതൽ അങ്ങോട്ട് നിറച്ച ആളുകളാ നടക്കാനേ. അപ്പൊ അതിന് മുക്കാലും ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പൊ ഈ കാണുമ്പോ ഒക്കെ ഐ മാഷേ, ഗുഡ് മോർണിംഗ് മാഷ, എന്താ മാഷേ. അപ്പൊ ഇതിനൊക്കെ മറുപടി അറിയാൻ നടക്കണം. നമ്മുടെ നടപ്പ് നടക്കില്ലേ? അപ്പൊ ഇവരൊക്കെ വീട്ടിലേക്ക് കയറിയിട്ടാച്ചാ നമുക്ക് സമാധാനത്തിൽ റോട്ടിൽ കൂടെ അങ്ങോട്ട് പോവാലോ. അത് കാരണം ഈ നേരത്തെ പോലെ ഞാൻ നിന്നെ കാണാതിരിക്കായിരുന്നു. നീ എന്താ ഇപ്പൊ 3 ദിവസമായല്ലോ പത്രം ഇട്ടിട്ട്? എങ്ങനെയാ ഇടല് മാഷേ? ആ ഏരിയ മൊത്തം തെരുവുനായ്ക്കളാ. അപ്പൊ തെരുവുനായ്ക്കളെ കൊണ്ടാ പത്രം ഇരിക്കണേ? കടി കൊള്ളാൻ കയ്യില മാഷെ. 3-4 ദിവസമായി വീട്ടില് പത്രം ഇട്ടിട്ട് ഒന്നിച്ചുകൊണ്ട് തന്നേക്കാണ് അവൻ. ഞാനിപ്പോ അങ്ങനെ. ഒന്നാമത് നിങ്ങൾക്കൊക്കെ പട്ടി പൂച്ചാന്നൊക്കെ പറയുമ്പോ വേറെന്തോ ഒരു വൃത്തികെട്ട സംഭവം മാതിരി അവരായിട്ടൊന്നും ഒരു സൗഹൃദത്തിലായാ മതി. മാഷ് പേടിയില്ല അല്ലേ? എന്തിനു പേടിക്കുന്നത്? നമുക്കെന്താ വെച്ചാ വിറ്റകളൊക്കെ അങ്ങോട്ട് കാണുമ്പോഴത്തേക്ക് ഉള്ളങ്ങോട്ട് ഭയം കയറുമ്പോ എന്താ ഉണ്ടാവുക? അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേകതരം രാസപ്രവർത്തനം നടക്കും. അത് തിരിച്ചറിയാനുള്ള കഴിവ്, മണത്തറിയാനുള്ള കഴിവ് പട്ടിക്കൊക്കെ ഉണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോഴാ വന്ന് കടിക്കണത്. നേരെ മറിച്ച് നമ്മുടെ മനസ്സിൽ സ്നേഹമാണെന്ന് വിചാരിക്ക. അപ്പൊ അതിന്റെ ഇതും മനസ്സിലാവും. ഈ കടിക്കാൻ വരുന്ന പട്ടിനോട് നമ്മളിങ്ങനെ സന്തോഷം പോലെ കാണിക്കും. കടിക്കാൻ വരുന്നതിന് മുമ്പുള്ള ഭാവമുണ്ട് അവറ്റയ്ക്ക്. അതെ സാർ, നമ്മൾ അവറ്റാനെ ഉപദ്രവിക്കാണ്ടിരുന്നാ മതി. ഒരു സംശയമുണ്ട്. അപ്പൊ നമുക്ക് ഈ രാസപ്രവർത്തന സാധനം ഉണ്ടല്ലോ, അത് നമുക്കിപ്പോ മേടിക്കാൻ കിട്ടുന്ന സാധനമാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പരിവർത്തനം ചെയ്യണ്ടേ? എന്താ അതാണ് ഒന്ന് പഠിപ്പിക്കണ കാലത്തും ഉണ്ടായിട്ടില്ല അവനൊരു നല്ല ബോധം. ഞാൻ പറയുന്നത് ഇപ്പൊ പട്ടികളെ ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്തൊരു സൗന്ദര്യമുള്ള ശബ്ദം എന്റെ മനസ്സില് ഇപ്പൊ നിങ്ങൾക്ക് ശല്യമായിട്ട് തോന്നിണ്ടാവും. വേണ്ടോ? എന്താ ആ താളത്തിലാ കൊര. അണ്ടാ എടാ മേളം നടക്കണ മാതിരിയാ പഞ്ചാരി മേള. നമ്മുടെ മനസ്സിൽ അവറ്റയെ കുറിച്ച് നല്ല ചിന്ത ഉണ്ടായാൽ മതി. ഒരു കുഴപ്പമില്ല. എന്റെ സമയം പോണു, ഞാൻ നടക്കട്ടെ. അതെ പക്ഷേ അപ്പുറത്ത് മുഴുവൻ പട്ടികളാണ്. 4 പട്ടി പെറ്റും കിടപ്പുണ്ട്. ഈ വടി കയ്യിലിരിക്കട്ടെ. അതിലൊന്നും കാര്യമില്ല. നമ്മുടെ മനസ്സിലുണ്ട് എല്ലാ വടിയും തടിയും തടയൊക്കെ. പക്ഷെ പേടിയില്ല. എനിക്കൊരു പേടിയില്ല. താളത്തിലാ കൊര കേട്ടോ. നല്ല കലാബോധമുള്ള പട്ടിയോളാ. പിടിച്ചേ ശരിയാ പോട്ടെ. പട്ടിത്താള പട്ടിത്താള. ഇന്ന് ഞാൻ പോട്ടെന്നാലേ. അതെ പത്രം കറക്റ്റ് ആയിട്ട് ഇടാൻ നോക്കുന്നേ കേട്ടാ.
എന്താ കടി കിട്ടിയ ഭാഗ്യം നോക്കിയാണേ. ഇങ്ങനെ വന്ന് നോക്കാം, അവിടെ താജ്മഹൽ പണിത് വെച്ചിരിക്കല്ല പോയതോ, പട്ടി അടിച്ചിരിക്കുക. മനസ്സിലായി പക്ഷേ അവിടുത്തെ മുഴുവൻ ഇറച്ചിയും പട്ടി കൊണ്ടുപോയി. എന്തൊരു കട്ടാണ്. അല്ലെ പട്ടി കടിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കണ്ട്, അത് കൈമ കടിച്ചു കാൽമ കടിച്ചു. ഇതിന് കടിക്കാനൊരു സ്ഥലം ബാക്കിയില്ലല്ലോ അല്ലേ? വല്ലാത്തൊരു കടിയായി പോയി. ഒരു കാര്യത്തില് ഭാഗ്യം, ഇപ്പൊ ഇഞ്ചക്ഷൻ കയ്യിലാക്കിയത് നന്നായി. ചന്തയിലായിരുന്നെങ്കിൽ സൂചി കുത്താൻ സ്ഥലമില്ല, എല്ലാം പട്ടി കൊണ്ടുപോയി. ഈ തെണ്ടി പട്ടികൾക്കൊക്കെ ബയോളജി അങ്ങോട്ട് പിടുത്തം കിട്ടാത്തോണ്ടേ മാഷിനെ മറിച്ചിട്ട് കടിച്ച് പറിച്ചു കളഞ്ഞു. ബയോളജി ആന്ന് മാഷിന്റെ ശരീരത്തിൽ അപ്പം നടന്ന രാസമാറ്റങ്ങൾ പട്ടിക്ക് പിടുത്തം കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ മാഷിന് കടി കിട്ടിയത്. ഇതൊക്കെ ആര് പറഞ്ഞാണ്? മാഷ് പറഞ്ഞു അല്ലേ മാഷേ? പോയതോ ആ ഈ മനുഷ്യന്മാരിലേ ആ ലൂയി പാസ്റ്ററും ഉണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലും തിരിച്ചറിയാത്തവരും ഉണ്ട്. അപ്പോ അതേമാതിരി പട്ടികളിലും ഉണ്ട്. ആ ഇപ്പൊ ചില പട്ടികൾക്ക് രാസപ്രവർത്തനം ഒന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായില്ലേ? അതന്നെ ആ പ്രവർത്തനം പറഞ്ഞു. അപ്പൊ കിട്ടാനുള്ളത് കിട്ടിയല്ല. അച്ഛൻ ആ പ്യാരി വടി തന്നപ്പോ അത് മേടിച്ചോണ്ട് പോക്കൂടായിരുന്നു അച്ഛാ. അവനെ തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. ഇതെന്താ അറിയാം മമ്മ, ഇത് അച്ഛനെ കുറ്റം. ഈ മാസുമാർക്ക് ഇങ്ങനെ സ്വഭാവമുണ്ട്. ഒരു പറഞ്ഞ മാത്രമാണ് കാര്യം, വേറെ ഒരാള് പറഞ്ഞ ഒരു ചുവട്ടിലേക്ക് എടുക്കൂല. നിങ്ങളിപ്പോ മാഷന്മാരെയൊന്നും പറയല്ലേ. ഇതിനെതിരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾ പഞ്ചായത്തുകാർ നിങ്ങൾ എന്ത് ചെയ്ത്? കാരണം ഇതിപ്പോ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല, എല്ലാ പഞ്ചായത്തിലും പട്ടികളുണ്ട്. കേരളം മുഴുവൻ പട്ടികളാ. അപ്പൊ അതിനൊക്കെ ഇപ്പൊ നമ്മളെ കാരണക്കാര് നമ്മളിവിടെ പെറ്റുണ്ടാക്കിയ പട്ടിയൊന്നും അല്ലല്ലോ ഇത്. ഇങ്ങനെ ഈ മറുപടി അല്ല നിങ്ങൾ പറയണ്ട. ഒരു പൊതുപ്രവർത്തകനാണേ പോയി നിൽക്കാൻ നിങ്ങൾ. സർക്കാരിന്റെ ഭാഗത്ത് എന്ത് നടപടി ഉണ്ടാവുന്നുണ്ട്? എന്ത് നടപടി? കഴിഞ്ഞ ദിവസം ഒരുത്തനെ പൂച്ച മാന്തിയിട്ട് ആശുപത്രി പോണായിരുന്നു, ആ വഴി പട്ടി ഓടിച്ചിട്ട് കടിച്ചവനാ. ഇവിടെ കുറെ പേര് പട്ടി കടിച്ച് രക്തസാക്ഷി ആയി കഴിയുമ്പോൾ ഇവര് വരും, ഇവര് രാഷ്ട്രീയക്കാർ വന്ന് ഒന്ന് തൊഴും കരയും സങ്കടപ്പെടും റീത്ത് വെക്കും. അത് തന്നെ നടക്കുന്നത്. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണോ, ഈ മാഷക്കടിച്ച പട്ടി ഉണ്ടല്ലോ, അതിന് 7 വയസ്സുണ്ട്. അത് നിങ്ങളെ ഭരണകാലത്തുള്ള പട്ടിയാ. അത് ആലോചിച്ച് നോക്കി. നിങ്ങൾ പട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ നടക്കും കേട്ടോ. വെറുതെ രാഷ്ട്രീയം കളിക്കല്ലേ. ഇപ്പൊ മാഷിന്റെ കാര്യം തന്നെ, ഞങ്ങളെ പഠിപ്പിക്കുന്ന കാലത്ത് കുട്ടികളുടെ അടുത്ത് വടിയായിട്ട് വന്ന മാഷാണ്. ഇപ്പൊ പട്ടികളുടെ അടുത്ത് കയ്യും വീശി ചെന്നോണ്ടല്ലേ ഈ കടി കിട്ടിയത്. അപ്പൊ പട്ടികളെക്കാട്ടും പേടിയാണെങ്കിൽ കുട്ടികളല്ല മാഷേ. ഒന്ന് മിണ്ടായിരുന്നേടോ നിങ്ങൾ പട്ടികളെക്കാൾ കഷ്ടമായല്ലോ. ഇത്ര ശല്യം പട്ടികളെ കൊണ്ടില്ല. അച്ഛൻ ഉറക്കെ സംസാരിക്കല്ലേ. ഒരു കാഴ്ചയൊക്കെ കണ്ടു വെച്ചെങ്കിൽ അവരവരുടെ കാര്യം നോക്കി പോവാന്ന്. ഇവര് ഇവിടുത്തെ ഭരണസമിതിക്കാർ ഇല്ല, ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണെന്നറിയോ, ഞാൻ ഇവിടെ രാഷ്ട്രീയം പറയാൻ വന്നല്ല, ഞാൻ മാഷെ കാണാൻ വേണ്ടി വന്ന. മാഷെ കണ്ട് ഞാൻ പോവുക. പോയിക്കോ, അത്രേ ഉള്ളൂ. അതെ മന്മാട്ടാ, ഇതിപ്പോ ഇവര് തീരുമാനം ഉണ്ടാക്കുമെന്നും പറഞ്ഞാൽ നമ്മൾ ഇരുന്നാൽ നമുക്കും നാളെ ഇതാണ് അവസ്ഥ. നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റും. ആലോചിക്കുക, ഇത് നമ്മൾ മുന്നിട്ട് ഇറങ്ങിയാലേ കാര്യങ്ങൾ നടക്കും. വഴിയുണ്ട്. നീ വാ മാഷേ, പോയിട്ട് വരാം. അങ്ങനെ ആവട്ടെ. ഇപ്പൊ ഗുളിക തരാൻ സമയമാകുമ്പോ ഞാൻ വരാം. അങ്ങനെ ആവട്ടെ. ഓ ഞാൻ എവിടെ കടിക്കാനാ നായക്കളെ ഞങ്ങൾ കിടന്ന് കുരയ്ക്കുന്നത്? ഒന്ന് മലർന്ന് കിടക്കാൻ കൊതിയായിട്ട് വയ്യ. ആ നായക്കളെ വിട്ടിട്ട് യാത്രോ അതിനെ വന്നതാ. കടിച്ച് കൊതി തീർന്നില്ല, അതുകൊണ്ട്. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളൊന്നും നേരം വൈകിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് വീട്ടിലെത്താൻ പറ്റില്ല. നമ്മൾക്ക് ബേജാറാണ്. പിന്നാലെ നടക്കല്ലേ വിറ്റ. ആർക്കെങ്കിലും ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുണ്ടോ? ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇനിയിപ്പൊ നമ്മുടെ പഞ്ചായത്തോ ഭരണകർത്താക്കളോ മുന്നിട്ട് ഇറങ്ങിയില്ലെങ്കിലും നിയമം എന്തായിക്കോട്ടെ, അത് നമ്മൾ നോക്കണ്ട. നമ്മുടെ പഞ്ചായത്തിലുള്ള സകലതിനെയും ഒരാളറിയാണ്ട് നമ്മൾ കൊന്നു തള്ളും. അത് എന്താന്ന് വെച്ചാൽ ചെയ്യാനുള്ള സൂതേട്ടൻ ചെയ്യും. എന്തെങ്കിലും ഒന്ന് ചെയ്യും സൂതേട്ടൻ. ഇവിടുത്തെ എല്ലാ നായ്ക്കളെയും നശിപ്പിക്കണം. പിന്നെ ഒരാളറിയാണ്ട് നമ്മൾ കൊന്നു തള്ളുന്നു. നമ്മുടെ പ്രദേശമെങ്കിലും ഒന്ന് മെനയാകട്ടെ, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി ഇപ്പൊ എത്ര കാശ് വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. അതെ, അങ്ങനെ അത്ര കാശൊന്നും ചെലവാക്കണ്ട. അത്യാവശ്യം ഞാൻ 2-3 ബീഫ് റോസ്റ്റ് മേടിച്ചിട്ടുണ്ട്.
ഇതിന്റെ പൈസ എന്റെ സുഖതേട്ടാ, ഈ ബീഫും പൊറോട്ടയൊക്കെ നമുക്ക് കാര്യം വിജയിച്ചതിന് ശേഷം കഴിക്കാം. നമുക്ക് തിന്നാനല്ല, പിന്നെ ഇതിൽ ഉഗ്ര വിഷാണ് ചേർത്തേക്കുന്നത് ബീഫിലാ. ആ, ഇത് 2 കഷ്ണം തിന്നാ മതി. അത് തിന്ന് സെക്കൻഡുകൾക്കുള്ളില് പായുന്ന നൊര വന്ന് പട്ടിക്കെത്തു. അല്ല അപ്പൊ ഇത് എന്ത് അങ്ങനെ കൊടുക്കും നമ്മളിത്? ആ ദൗത്യം നമുക്ക് ഉണ്ണീനെ ഏൽപ്പിക്കാം. വായിക്കേ സുഖതേട്ടാ, ഇത് ശരിയാവോ? അവൻ ശരിയാവുന്നു. നിങ്ങളിന്ന് ഇടകേറി ഒന്നും പ്രശ്നമാക്കാൻ മതി, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. എന്തെത്ര നേരം വൈകിയത്? എത്ര നേരം കാത്തുക്കണൂടെ? പത്രത്തിന്റെ പൈസ മേടിക്കാൻ പോണ്ടേ? രാവിലെ പോകാൻ പറ്റുമോ എവിടെങ്കിലും? നായി പിടിക്കൂലേ? എന്താക്കലേന്ന്? ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. നായ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനാ വരാൻ പറഞ്ഞത്. ഇത് പരിപാടിയാണ്. ഇത് കുറച്ച് ബീഫ് റോസ്റ്റാ. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? വിശക്കുന്ന്. പൊറോട്ട ഉണ്ടാവോ? എന്റെ സുഖതേട്ടാ, ഇത് ശരിയാവൂല. എടാ ഇത് നിനക്കല്ല, എടാ അത് പട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ്. ഇനി ഇതിന്റെ കുറവേ ഇല്ലു. കടിക്കുന്ന പട്ടിക്ക് ബീഫ് കൊടുക്കാൻ വേണ്ടി വേ പണിയില്ലേ വേട്ടാനിക്കൊന്നും. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. എടാ അതിൽ വിഷം ചേർത്തിട്ടുണ്ട്. ആ എന്താ ഇപ്പൊ നമ്മളെ ശല്യം ചെയ്യണ പട്ടികളില്ലേ റോട്ടിൽ കൂടെ ഉള്ളത്, അവറ്റയ്ക്ക് വിഷം വെച്ചിട്ടുള്ള ഈ ബീഫ് കൊടുക്കണം. നീയാണ് അത് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ പട്ടികളെ കൊല്ലണ്ടേ? എല്ലാത്തിനും കൊല്ലണം. ഈ രാവിലെ പത്രം ഇടാൻ പോകുമ്പോ റോഡ് സൈഡിൽ ഇങ്ങനെ പട്ടികളെ കാണില്ലേ? കാണില്ലേ? അപ്പൊ നീ ഒരു 4 കഷ്ണം ബീഫ് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ പട്ടി വന്നത് തിന്നോളൂ. തീരെ മുമ്പിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നീ പത്രം ഇട്ടിട്ട് തിരിച്ചു വരുമ്പോ നോക്ക്, ഈ ഇറച്ചി തിന്ന പട്ടികളൊക്കെ ഇങ്ങനെ ചത്ത് വെറുകളിച്ച് കിടക്കണ്ടാവും. നമുക്കത് പോരെ? അതന്നല്ലേ വേണ്ടത്. ഹലോ, ഇറങ്ങി ഇവിടെ വാ 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 വാ. ഇപ്പൊ തരാം. എല്ലാവർക്കും തരാം. എല്ലാവർക്കും ഉണ്ട്. കുട്ടിച്ചേ അവിടെ ഇരിക്കോ കുട്ടപ്പൻ? കുട്ടപ്പൻ അവിടെ ഇരിക്കോ? കഴിക്കേ എല്ലാരും കഴിക്കും. കുട്ടപ്പൻ അവളൊരു ഇത്തിരി കൊഴുത്തിട്ടുണ്ടല്ലോ. അതന്നെ. എവിടെ കുഞ്ഞുങ്ങളെവിടെ? പ്രസവം കഴിഞ്ഞിട്ടിരിക്കാണ്. അതാണ്. അതേ പൊന്നും മക്കളെ, നിങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചോ. നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വലിയ പ്രചരണം നടക്കുന്നുണ്ട് കേട്ടാ. മാളുവോ, നിന്നോടാണ് പറയണത്. നീയാണ് അതിലെന്തിലൊക്കെ പോണത്. പിന്നെ നിങ്ങളോട് പറയാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സന്താനോൽപാദനത്തിന്റെ കാര്യത്തില് നിങ്ങളൊരു കൺട്രോൾ വെക്കുന്നത് നല്ലതാണ്. തീറ്റ മാത്രം പോരാ, പറയണത് കേൾക്കും കൂടിയും വേണം. കൊടുക്ക് തിന്ന. സത്യത്തെ ഫോൺ അടിക്കണോ? ഇതാരാ നോക്കൂ. ഹലോ, എവിടെ? 20 തിണ്ടി പറയണേ. മനഃപൂർവ്വമായിരിക്കും. അതെ, ഞാൻ സത്യേട്ടൻ അങ്ങോട്ട് വരാം. വെച്ചോ. എന്താണ്? എന്താന്ന് നോക്ക്. എന്താ പറ്റി? 10-20 മക്കളാ പോയത്. 20 എണ്ണോ? 20 പട്ടികൾ മരിച്ചു കിടക്കണോന്ന്. എന്തൊരു കഷ്ടാന്നാ. എന്താടാ നീ ഇത്രയും വില കൊടുത്ത് മേടിച്ച പട്ടിയാണെങ്കിൽ അതിനെ കൂട്ടിലിട്ട് വളർത്തണ്ടേ? പുറത്ത് റോട്ടിൽ അഴിച്ചു വിട്ടിട്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്? പിന്നെ അങ്ങനെ ചത്ത്? ബീഫ് ഇട്ട് കൊടുത്താ അങ്ങനെ ചത്തത്? പ്രയാസപ്പെടണ്ട നീ, നമുക്ക് എന്തായാലും സമാധാനം ഉണ്ടാക്കാം. പോയത് പോട്ടെ. സുധേട്ടാ സംഭവിച്ചില്ലേ നമ്മുടെ പ്ലാൻ എങ്ങനെയായിരുന്നു? അതല്ലാതെ ഭയങ്കര പ്രശ്നം ഉണ്ടായി. ഇവന്റെ വീട്ടിലെ പട്ടി ആരോ ബീഫ് കൊടുത്ത് കൊന്നെന്നും പറഞ്ഞ ആകെ പ്രശ്നം. എന്റെ വീട്ടിലെ പട്ടിയോ? അത് നല്ല വിലയുള്ള പട്ടിയല്ലേ? ചോക്ലേറ്റ് കളർ ലാബ്. ഏത് കണ്ണു ചോരില്ലാത്തവനാണോ ഈ പണി കാണിച്ചത്? ആരാന്നറിയില്ല, ബീഫ് അകത്തോട്ട് ഇട്ട് കൊടുത്തെന്നാ പറഞ്ഞ. തങ്ങടെ തോന്നിട്ടാ റോട്ടിലൊക്കെ ഓരോന്ന് ചത്ത് കിടക്കുന്ന കണ്ട പാവം തോന്നി. നീ പോയിക്കോന്നാ.
പോയിക്കോ, എന്തായാലും സമ്മാനം ഉണ്ടാക്കാം കേട്ടാ. എന്ത് പട്ടി നോക്കാടാ, നമുക്ക് നോക്കാം. പട്ടിയല്ലേ, മനുഷ്യനല്ലല്ലോ. ആദ്യം മുടി വെട്ടാൻ നോക്ക് പോയി. 10-18 എണ്ണം വായന്ന് മറി പതി വന്നിട്ട് ഇങ്ങനെ ചത്ത് കിടക്കണ ഇത് രസാന്നറിയോ? ദിവസവും വെക്കണം. എന്നാലും ഉണ്ണീനെ സമ്മതിക്കണം കേട്ടോ, അവ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു. അവൻ പത്ത് വിടാൻ പോയ വീട്ടിലെ എല്ലാ പട്ടീനെയും കൊന്നാ തോന്നാ. ഇത് മന്മഥനാണല്ലോ. എന്താ നോക്കിയേ? എന്താ മന്മഥ? ഞാൻ പറഞ്ഞല്ലേ നിങ്ങളെടുത്ത് ആ ഉണ്ണിയെ ഏൽപ്പിക്കരുതെന്ന്. എന്തേ? പണി കിട്ടി. ഉണ്ണിയെ പോലീസ് പോക്കി. പോലീസ് പിടിക്കേ? പിടിച്ചു. എന്തിന്? എടോ പട്ടിക്ക് ഇറച്ചി കൊടുത്ത് വിഷം വെച്ച് ഇറച്ചി കൊടുത്തേനെ. അതിനെങ്ങനെ പോലീസ് അറിഞ്ഞേ? എടാ അപ്പം കൊടുത്ത എവിടെ CCTV ഉണ്ടായിരുന്നു, CC ക്യാമറയിൽ അത് പതിച്ചു. അപ്പൊ നമുക്കെല്ലാം പണി വരുമെന്നാ തോന്നണേ. അതെ, നീ ഇപ്പൊ എവിടെ നിൽക്കണേ? ഞാനിപ്പോ വീട്ടിലുണ്ട്. എന്നാ നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങോട്ട്